അധ്യക്ഷൻ, UDFിൻ്റെ ചെയർമാൻ ഹംസമാഷ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ മുൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. മുരളീധരൻ, നമ്മൾ ഇന്നിവിടെ ഈ ജന്മനാട്ടിൽ വെച്ച് സ്വീകരണം നൽകുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരൻ സന്ദീപ് വാര്യർ, വേദിയിലിരിക്കുന്ന സിദ്ദിഖ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ സ്വീകരണ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിഗംഭീരമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് മുരളിയേട്ടൻ ഇവിടെ നടത്തിയത്. മുരളിയേട്ടൻ്റെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും അത് കേൾക്കാൻ കൊതിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ അങ്ങനെ ചില അപൂർവം വ്യക്തികളുടെ പ്രസംഗമാണ് അങ്ങനെ കേട്ടിരിക്കാറുള്ളത്. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ച പ്രസംഗങ്ങൾ, ഒന്ന് വീരേന്ദ്രകുമാറിൻ്റെ പ്രസംഗം, മറ്റൊന്ന് MV രാഘവന്റെ പ്രസംഗം. അതുപോലെ പഠനാർഹമായ പ്രസംഗം നടത്തുന്ന ഉജ്ജ്വലനായ പ്രഭാഷകനാണ് മുരളിയേട്ടൻ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. BJP വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് സ്വീകരണം ഒരുക്കുമ്പോൾ ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് മുരളിയേട്ടൻ. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും സംഘപരിവാരങ്ങളോട് നോ കോംപ്രമൈസ് എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് പ്രിയപ്പെട്ട മുരളിയേട്ടൻ. ഞാൻ ഇന്നത്തെ പരിപാടിക്ക് UDFിന്റെ നേതാക്കന്മാർ ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. കാരണം സന്ദീപ് വാര്യർക്ക് ജന്മനാട് ഒരു സ്വീകരണം കൊടുക്കുമ്പോൾ ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമാണ് ഞാനത് ഏറ്റെടുക്കാൻ കാരണം. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് അങ്ങനെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. എത്രയോ ആളുകൾ BJPയിലേക്ക് ചേക്കേറുന്നു. BJPയിലേക്ക് ഒരാൾ പോവുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് പുതുമയുള്ള കാര്യമല്ല. ഒരു അധികാരമുള്ള പാർട്ടി, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പണം ഓഫർ കൊടുക്കും, അധികാര സ്ഥാനങ്ങൾ ഓഫർ കൊടുക്കും. എന്തൊക്കെയാണോ ഒരാൾക്ക് വേണ്ടത് അതെല്ലാം കൊടുത്ത് BJPയിലേക്ക് ആളെ കൊണ്ടുവരാൻ ആ പാർട്ടി പ്രത്യേകമായി ചില ഓപ്പറേഷൻ തന്നെ നടത്തുന്നുണ്ട്. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അങ്ങനെ ആളുകളെ കൊണ്ടുപോകാറുണ്ട്. പാലക്കാട്ട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു വിദ്വാൻ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് CPMലേക്ക് പോയി. അങ്ങനെ ഏതാനും ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറുന്ന വ്യക്തികളെ കുറിച്ച് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരാൾ ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അധികാരത്തിന് വേണ്ടിയിട്ടല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥത മാത്രം കൈമുതലായി താൻ വിശ്വസിച്ച പ്രസ്ഥാനം തെറ്റായി പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ പാതയിലേക്ക്, സന്ദീപിന്റെ ഭാഷ കടമെടുത്താൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് കടന്നു വന്നപ്പോ കണ്ണൂര് കുറച്ച് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. പട്ടാപ്പകൽ സന്ദീപ് വാര്യരെ പാലക്കാട് നിന്ന് അങ്ങ് എടുത്തു കളയും എന്നാണ് ചിലർ വീരവാദം മുടക്കിയത്. അത്തരം ആളുകളോട് പറയാനുള്ളത്, ആവതുള്ള വർത്തമാനം പറഞ്ഞാൽ മതി.
ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കടന്നു വന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇടതുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെങ്കിൽ വലതുഭാഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കൂടെ ഉണ്ടാകും. ഒരു സംശയം വേണ്ട. ഇത് രാജ്യത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിപ്പോ. സന്ദീപ് വാര്യരുടെ വരവ് ഒരു അപൂർവമായ കാഴ്ചയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെറുപ്പ് മാത്രം, വിദ്വേഷം മാത്രം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മയുള്ള വർത്തമാനം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ പണം മുഴുവനും ഒരു സമുദായത്തിന് കൊടുക്കും. ഇമ്മട്ടിലുള്ള വർഗീയതയും വിദ്വേഷവും മാത്രമല്ലേ നരേന്ദ്രമോദി പ്രസംഗിച്ചത്? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇവിടെ വികസനം കൊണ്ടുവരും എന്ന് നരേന്ദ്രമോദി എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഞങ്ങൾ ബാബരി പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കി എന്ന വർത്തമാനമല്ലേ നരേന്ദ്രമോദിക്ക് പറയാനുണ്ടായിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ബാബരി പള്ളി തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഫൈസാബാദിൽ ബിജെപിയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയക്കൊടി പാറിച്ചു. രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷം കിട്ടിയ ഉപതെരഞ്ഞെടുപ്പിൽ, രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം കൂടിയപ്പോ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞുപോയി. എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ വീരവാദം? അബ്കി ബാർ 400 ബാർ അല്ലേ? ഇത്തവണ 400 സീറ്റ് എൻഡിഎ മുന്നണിക്കല്ല, ബിജെപിക്ക് 400 സീറ്റ്. കേവല ഭൂരിപക്ഷം കിട്ടിയോ? ബിജെപിക്ക് 272 സീറ്റ് കിട്ടണം. കേവല ഭൂരിപക്ഷം 272 കിട്ടിയോ? കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ 242 സീറ്റിലേക്ക് ബിജെപി നരേന്ദ്രമോദി ഒതുങ്ങിപ്പോയി. നിങ്ങൾക്കൊരു സംശയം വേണ്ട, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ചെങ്കോട്ടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ദേശീയ പതാക ഉയർത്തുന്ന കാലം വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 10 കൊല്ലം മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചിരുന്നു, 2004 മുതൽ 2014 വരെ. നരേന്ദ്രമോദി 11 കൊല്ലമായി ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെയും മൻമോഹൻ സിംഗിനെയും ഒന്ന് താരതമ്യം ചെയ്യട്ടെ. മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്തത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ്? ഈ രാജ്യത്തെ പാവങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുത്ത നേതാവിന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ്. ലോകം മുഴുവനും സാമ്പത്തികമായി 2006 തകർന്നു തരിപ്പണമായപ്പോ ഒരു രാജ്യം മാത്രം തകരാതെ പിടിച്ചു നിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പാഠങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരാളിൽ നിന്ന് മാത്രമാണ്. ആ നേതാവിന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് ബറാക് ഒബാമ. മൻമോഹൻ സിംഗിനെ എന്തെല്ലാം കളിയാക്കലായിരുന്നു. മിണ്ടാത്ത ആള്, മൗനി ബാബ, റോബോട്ടിനെ പോലെ നടക്കുന്ന വ്യക്തി. ആളുകൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലായി തൊഴിലുറപ്പ് പദ്ധതി എന്താ. തൊഴിലുറപ്പ് പദ്ധതി മലയാളിക്ക് ചിലപ്പോൾ അതിന്റെ വില മനസ്സിലാവില്ല. നിങ്ങൾ ജാർഖണ്ഡിൽ പോകണം, ഒറീസയിൽ പോകണം, ബീഹാറിൽ പോകണം. അവിടെ ഒരു ദിവസത്തെ വേതനം എത്രയായിരുന്നു? ആസാമിലെ തേയില തോട്ടങ്ങളിലെ തൊഴിലാളിക്ക് ഒരു ദിവസം 30 രൂപ. അപ്പോഴാണ് അവന്റെ കയ്യിലേക്ക് 125 രൂപ കൊടുക്കുന്നതും, അത് സ്ത്രീകളുടെ കയ്യിലേക്ക്. ഭർത്താവ് 30 രൂപ കിട്ടിയാൽ വൈകുന്നേരം വന്ന് ചാരായം അടിച്ച് കിടന്നുറങ്ങും. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പണമില്ല, വീട്ടിൽ പട്ടിണിയാണ്. അപ്പോഴാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് സ്ത്രീകളുടെ കയ്യിലേക്ക് 125. ആസാമിലെ തോട്ടം ഉടമകൾ പറഞ്ഞു, ഞങ്ങൾ 50 തരാം. അവർ പോകാൻ തയ്യാറായില്ല. 60 തരാന്ന് പറഞ്ഞു, പോകാൻ തയ്യാറായില്ല. തോട്ടങ്ങൾ അടച്ചുപൂട്ടി. അവസാനം കൂലി കൂട്ടി കൊടുക്കാൻ നിർബന്ധിതരായി. രാജ്യത്ത് വലിയ വിപ്ലവം ഉണ്ടായി. ഒരു തൊഴിലുറപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഭക്ഷ്യനയം, ദേശീയ ഭക്ഷ്യനയം, എല്ലാവർക്കും ഭക്ഷണം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം,
ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്തതാണ്. ദളിതന് അവന്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേകമായ പദ്ധതി, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ 15 പ്രോഗ്രാം, ആബാലവൃദ്ധം ജനങ്ങളെയും പരിഗണിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റ് എന്താ ചർച്ച ചെയ്യുന്നത്? CA എന്താണ്? മതം നോക്കി പൗരത്വം തീരുമാനിക്കുക. മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ല, ബാക്കിയുള്ളവർക്ക് പൗരത്വം, തമ്മിലടിപ്പിക്കുക. ഇതൊരു മനഃശാസ്ത്ര. നിങ്ങൾ മരട് ഫ്ലാറ്റ് തകർക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലിലും അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. ആ മരട് ഫ്ലാറ്റ് പൊളിയുമ്പോൾ എല്ലാവരും കൈയടിച്ചു. എന്താ കാര്യം എന്നറിയോ? ഇവന്റെ വീടല്ല പൊളിയുന്നത്, ആരാന്റെ വീട് പൊളിയാ? ഒരു ഫ്ലാറ്റ് പൊളിയുന്നതിന് എന്തിനാണ് മലയാളി കൈയടിക്കുന്നത്? ഒരു ഫ്ലാറ്റ് പൊളിയുമ്പോൾ എന്തിനാ അത് ലൈവ് ടെലികാസ്റ്റായി മലയാളത്തിലെ എല്ലാ ചാനലിലും കൊടുക്കുന്നത്? അതൊരു മനോനിലയാണ്. അവനവന്റെ ആ മരട് പൊളിയുമ്പോ, ഫ്ലാറ്റ് പൊളിയുമ്പോ ആ ഫ്ലാറ്റിന്റെ ഉടമക്ക് മാത്രമേ വേദന ഉണ്ടാവൂ, ബാക്കിയുള്ളവനൊക്കെ സന്തോഷം. നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിലെ 6 മതക്കാർക്ക് പൗരത്വമുണ്ട്, ഒരു മതക്കാരന് മാത്രം പൗരത്വമില്ല, അത് മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പൊ നരേന്ദ്രമോദി എന്താ വിചാരിച്ചത്? ബാക്കി എല്ലാവരും നരേന്ദ്രമോദിയുടെ കൂടെ മുസ്ലിങ്ങളെ മാത്രം ശത്രുവാക്കും. ഇന്ത്യയിൽ വലിയ സമരങ്ങൾ ഉണ്ടായി. ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ ക്രൈസ്തവനും ഈ രാജ്യത്തെ ഹൈന്ദവനും ചേർന്നു വന്നു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? താഴോട്ട് പോയി. ഇന്ത്യ എന്ന് പറയുന്നത് നരേന്ദ്രമോദി വിചാരിക്കുന്നത് പോലെ, ഈ രാജ്യത്തെ സംഘപരിവാരങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാലവും വർഗീയത പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ണല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു കബഡി മത്സരം നടക്കുകയാണ്. സ്ത്രീകളുടെ കബഡി മത്സരമാണ്. ഇറാൻ നിങ്ങൾക്കറിയാം ഇസ്ലാമിക രാജ്യമാണ്. സ്ത്രീകൾ എന്തു ചെയ്യും? അവരുടെ വേഷവിധാനത്തിൽ തലയൊക്കെ മറക്കും, തലയിൽ തട്ടമിടും, മസ്ത ധരിക്കും. കളി ഇങ്ങനെ മുറുകുമ്പോ ഇറാൻ കളിക്കാരി കബഡി 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 എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കോർട്ടിലേക്ക് വന്നു. ഇന്ത്യൻ ടീം അവളെ പിടിച്ച് താഴെ തള്ളിയിട്ടു. അവൾ വീഴുമ്പോൾ അവളുടെ തലയിൽ നിന്നുള്ള തട്ടം നീങ്ങിപ്പോയി. ഉടനെ ഇന്ത്യൻ ടീം കളി നിർത്തിയിട്ട് ആ പെൺകുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തട്ടം നേരെയാക്കി കൊടുത്തു. ഇന്ത്യക്ക് ലഭിക്കുമായിരുന്ന നിർണായകമായ ഒരു പോയിന്റ് നഷ്ടമായി. കളി കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ഓടി വന്ന് ഇന്ത്യൻ ടീമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പോയിന്റ് വേണ്ടെന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? മറുപടി പറഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ തേജസ്വിനി ബായിയാണ്. തേജസ്വിനി ബായി പറഞ്ഞു, ആ പെൺകുട്ടി താഴെ വീണപ്പോ അവളുടെ തലയിലെ തട്ടം ഊർന്നു പോയത് നിങ്ങൾ കണ്ടില്ലേ? അവളുടെ മുഖത്തെ പരിഭ്രമം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവളുടെ വിശ്വാസം അനുസരിച്ച് തട്ടം ധരിക്കുക എന്നത് അവളുടെ വിശ്വാസമാണ്. എന്നിട്ട് ആ ക്യാപ്റ്റൻ തേജസ്വിനി ബായി പറഞ്ഞു, ഞങ്ങൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, സകല മതങ്ങളുടെയും മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് ഞങ്ങൾ ഇന്ത്യക്കാരുടെ പ്രത്യേകത. ആ ഇന്ത്യൻ മനസ്സാണ് ഞങ്ങൾ അവിടെ ഉയർത്തിപ്പിടിച്ചത്. ആ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അഞ്ചുകുന്ന് എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി. വിദേശത്തുനിന്ന് ഒരു മനുപ്രസാദ് വന്നു. എന്തിനെന്നറിയോ? ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ഒരു ഫിറോസിന്റെ ബാക്കിയായ വാച്ചുണ്ട്, ഒരു മൊബൈൽ ഫോണുണ്ട്. ആ ചളിപുരണ്ട വാച്ചും മൊബൈൽ ഫോണും കഴുകാതെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മനുപ്രസാദ് ഗൾഫിൽ നിന്ന് വന്നത്. കാരണം എന്താ? ഇവരുടെ കൂട്ടുകാരാണ്. എനിക്കെന്റെ ശിഷ്ടകാലം ആ വാച്ചും ആ മൊബൈൽ ഫോണും ആ ചളിയോടൊപ്പം എന്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുന്ന മനുപ്രസാദിന്റെ മണ്ണാണ് ഈ മണ്ണെന്ന് അഭിമാനത്തോടെ നമ്മൾ പറയും. ഈ രാജ്യത്തെ വർഗീയവാദികൾ എക്കാലവും അവർ വിചാരിക്കുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മതം നോക്കി പരസ്യം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് കേരളത്തിൽ. ആ പാർട്ടിയുടെ പേര് CPM എന്നാണ്. സുപ്രഭാതത്തിലും സിറാജിലും മതം നോക്കിയിട്ട് സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പരസ്യമാക്കിയിട്ട് പത്രത്തിന്റെ 1-ാം പേജിൽ കൊടുത്തു. അവർക്ക് സന്ദീപ് വാര്യർ കൊടുത്തൊരു മറുപടിയുണ്ട്. എന്റെ പഴയകാലം പറഞ്ഞ് എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർ ഖലീഫ ഉമറിന്റെ ചരിത്രം മറന്നുപോകരുത് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന് പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക് ഞാനൊരു സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
ഖലീഫ ഉമറിന്റെ ചരിത്രം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. അതിനൊരു സന്ദീപ് വാര്യർ കടന്നു വരേണ്ടി വന്നു. ആ മറുപടിക്ക് പാലക്കാട്ടെ ജനത കൊടുത്ത സല്യൂട്ടാണ് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉച്ചവിജയത്തിന്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കാണ്, വിശ്വസിക്കാണ്. നരേന്ദ്രമോദിയുടെ വർഗീയതയിൽ നിന്ന് ആളുകൾ മല്ല മല്ല തിരിച്ചു വരുന്നുണ്ട്. പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക പ്രിയപ്പെട്ടവരെ. പിന്നെ ഇവിടെയുള്ള കൂട്ടരാണ് അത് വർഗീയത പയറ്റുന്നവര്. നരേന്ദ്രമോദി പയറ്റുന്ന അതേ തന്ത്രം കേരളത്തിലും പയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. സംഘപരിവാരം എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടി ഉണ്ട് അല്ലേ? 100 പാർട്ടി ഉണ്ട് എനിക്ക് തോന്നുന്നു. കുറെ സംഘടനകൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കുറെ സംഘടനകളുടെ പേര് കാണാൻ കഴിയും. എന്നാൽ ആ സംഘപരിവാരങ്ങളുടെ ലിസ്റ്റിലില്ലാത്ത ചില സംഘടനകളുണ്ട്. അവർ സംഘപരിവാരം തന്നെയാണ്. ലിസ്റ്റിലില്ലാത്ത ഒരു സംഘപരിവാർ സംഘടനയുടെ പേരാണ് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എമ്മാതിരി വർഗീയതയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ വർത്തമാനമല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പൊ പറയുന്നത്? പ്രിയങ്ക ഗാന്ധി ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടാണെന്ന്. ജമാഅത്തെ ഇസ്ലാമി തന്നെ പറയുന്ന അവർക്ക് കേരളത്തിൽ 3000 മെമ്പർമാരുണ്ടെന്നാണ്. പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടിനാണ് ജയിച്ചത്? 4 ലക്ഷം വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചത്. ഇതിന് മോഹനൻ മാഷ് പറയാണ്, രാവിലെ ഒരു എക്സസൈസ് ഒക്കെ കാണുന്നുണ്ട്, അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർ ഇന്ത്യ പിടിച്ചടക്കാനുള്ള പുറപ്പെടാന്ന്. ഈ 3000 മെമ്പർമാർ വിചാരിച്ചാൽ എങ്ങനെ ഇന്ത്യ പിടിച്ചെടുക്കുക? ഇന്ത്യ ഭരിക്കുന്ന പറയണത് അത് വടക്കേ ഇന്ത്യയിൽ RSS പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ ഇങ്ങനെ ജിഹാദി സംഘടനകളുണ്ട്, ജിഹാദി പാർട്ടികളുണ്ട് എന്ന് വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി. വയനാട്ടിൽ പച്ചക്കൊടി പൊന്തിയാൽ ആ പച്ചക്കൊടി പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് വടക്കേ ഇന്ത്യയിൽ പറയുന്ന അതേ മനോനില, ആ മനോനിലയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അത് മോഹൻ മാസ്റ്ററിലൂടെ, അത് വിജയരാഘവനിലൂടെ, അത് ഗോവിന്ദൻ മാസ്റ്ററിലൂടെ, അത് സഖാവ് പിണറായി വിജയനിലൂടെ. ഒരു ജില്ലയെ അധിക്ഷേപിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? മലപ്പുറത്തൊരു പാലക്കാട്ടൊരു ആന ചെരിഞ്ഞപ്പോ, ആന കൊല്ലപ്പെട്ടപ്പോ അത് മലപ്പുറത്താണ് എന്ന് മനേകാ ഗാന്ധി പറഞ്ഞിരുന്നു. മലപ്പുറത്തുള്ളവർ പൊതുവേ അങ്ങനെയാണ്. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുന്നവരാണ്. മൃഗങ്ങളുടെ കാര്യം പിന്നെ പറയാനേ ഇല്ല എന്നാണെന്ന് മനേകാ ഗാന്ധി പറഞ്ഞത്. പിണറായി വിജയൻ പറയുന്നത് എന്താണ്? സ്വർണം കടത്തുന്നവർ മുഴുവൻ മലപ്പുറത്തുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇനി കേരളത്തിലാണെങ്കിലോ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തിയവർ പിണറായി വിജയന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന 2 വ്യക്തികൾ, ഒന്ന് സ്വപ്ന സുരേഷ്, മറ്റൊന്ന് ശിവശങ്കർ. ഇവർ രണ്ടുപേരും ജയിലിൽ കടന്നവരാണ്. പിണറായി വിജയനിലേക്ക് എത്തിയില്ല. എത്താതിരിക്കാനുള്ള കാരണം എന്താണ്? BJPയുമായുള്ള അന്തർധാര മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള അന്തർധാര മാത്രമാണ്. അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ ഇന്ന് ഏതെങ്കിലും ജയിലിൽ കിടന്ന് ഉണ്ടെന്നേണ്ട കാലമായിരുന്നു. അതേ ഭാഷയിൽ സംസാരിക്കണം. RSSകാരൻ അതേ ഭാഷയിൽ സംസാരിക്കണം. ഇനി ഈ കപട നാടകമൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. RSSകാരൻ പയറ്റിയിട്ട് ജയിക്കാത്ത വർഗീയതയുടെ കുപ്പായമണിഞ്ഞ് കേരളത്തിൽ പ്രവർത്തിച്ചാൽ ഈ മണ്ണിൽ അത് ജയിക്കാൻ പോകുന്നില്ല എന്ന് പാലക്കാട്ടെ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? മുരളിയേട്ടൻ പറഞ്ഞൂടെ PP കിറ്റ് അല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊരു കിറ്റ് ആയിട്ട് വന്നു. ആ കിറ്റ് നമ്മൾ ചില പരസ്യങ്ങൾ കാണാറില്ലേ പ്രിയപ്പെട്ടവരെ? ചില പരസ്യം കണ്ടിട്ട് ആ പരസ്യത്തിലെങ്ങാനും വിശ്വസിച്ച് നമ്മൾ ആ സാധനം എങ്ങാനും വാങ്ങിയാൽ ആ പരസ്യവും ആ സാധനം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. മുമ്പൊരാൾ മരിച്ച് പരലോകത്തുനിന്നൊരു കഥയുണ്ട്. ഒരാൾ മരിച്ച് പരലോകത്ത് കാലം പറഞ്ഞു, നിനക്ക് സ്വർഗം വേണേ സ്വർഗം തിരഞ്ഞെടുക്കാം, നരകം വേണം നരകം തിരഞ്ഞെടുക്കാം. ഈ മരിച്ചാക്ക് വലിയ സന്തോഷമായി. ഇയാൾ ചോദിച്ചു, ഇത് രണ്ടും എനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. കാലം പറഞ്ഞു, എന്താ കുഴപ്പം, കൊണ്ടുപോയി കാണിക്കാം. ആദ്യം ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോയി. സ്വർഗത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ കുറെ ആളുകൾ ഖുർആൻ ഓതുന്നു, രാമായണം ചൊല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, കുന്തിരിക്കം പുകച്ചിരിക്കുന്നു, മതപരമായ കുറെ ചടങ്ങ്. ഇയാൾ പറഞ്ഞു, എനിക്ക് നരകം കൂടി കാണാൻ പറ്റുമോ? എന്താ കുഴപ്പം? നരകത്തിൽ കൊണ്ടുപോയി നരകം കാണിച്ചു കൊടുത്തു. അവിടെ ക്യാബറ ഡാൻസ്, സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, പാട്ടും കൂത്തും, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഇയാൾ പറഞ്ഞു, മുരളിയേട്ടാ എനിക്ക് നരകം മതി എന്ന് പറഞ്ഞു. കാലം നരകത്തിന്റെ വാതിൽ തുറന്ന് ഇയാളെ നരകത്തിലേക്ക് തള്ളിയിട്ട് നോക്കുമ്പോൾ മുഴുവൻ തീയാണ്. തീയിൽ ഇയാൾ ഇങ്ങനെ വെന്തുരുകുമ്പോൾ കാലിനോട് ഇയാൾ ചോദിച്ചു, അല്ല നേരത്തെ കാണിച്ച നരകതായിരുന്നില്ലല്ലോ? കാലം പറഞ്ഞു, നേരത്തെ കാണിച്ചത് നരകത്തിന്റെ പരസ്യമായിരുന്നു, ഇതാണ് ഒറിജിനൽ നരകം. ഇമാതിരി പരിപാടിയല്ലേ പിണറായി വിജയൻ ചെയ്യുന്നത്?
തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3-4 മാസം PP മറ്റേ എന്താണ് കിറ്റുമായിട്ട് വന്നു. ആ കിറ്റിൽ എന്തൊക്കെയാണ് അരി, പഞ്ചസാര, ചായപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും വിചാരിച്ചു ഇത് 5 കൊല്ലം കിട്ടുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചപ്പോ പിന്നെ ഓരൊറ്റ കിറ്റുമില്ല, ആകെ ഒരു കിറ്റാണ്. ഏത് കിറ്റ്? PP കിറ്റ്. കോവിഡ് കാലത്ത് ഞാനും നിങ്ങളും പ്രയാസം അനുഭവിക്കുമ്പോ അതിന്റെ പേരിൽ അഴിമ നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു പിണറായി സർക്കാർ എങ്കിൽ ആ സർക്കാരിന് നിങ്ങൾ മുട്ടിയായിരുന്നോ? ആ PP കിറ്റ് മറച്ചു പിടിക്കാൻ വേണ്ടി വേറൊരു കിറ്റുമായിട്ട് വന്നു. 10.5 കോടിയാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പേരിൽ ആ കഷ്ടകാലത്ത് പിണറായിയും കൂട്ടരും അടിച്ചു മാറ്റിയത്. 10.5 കോടി റുപ്യ മാസ്കിന്റെ പേരിൽ, കിറ്റിന്റെ പേരിൽ, ഗ്ലൗസിന്റെ പേരിൽ 10.5 കോടി റുപ്യ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നത്? ആ കോവിഡ് കാലത്ത് ഇമ്മാതിരി. എന്നിട്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പാട്ടുപാടാണ്, വാഴ്ത്തുപാട്ടാണ് പിണറായി വിജയനെ കുറിച്ച്. CPI നല്ല സത്യത്തിൽ ആ പാർട്ടിയെ കുറിച്ച് വിളിക്കുന്നത്. നമ്മൾ CPI എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ലേ? CPI എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പിണറായി ഓഫ് ഇന്ത്യ എന്നാണ് ആ പാർട്ടിയെ വിളിക്കുന്നത്. പിണറായി ഭക്തന്മാരുടെ ഒരു പാർട്ടി. അപ്പൊ നിങ്ങൾക്ക് CPI എന്ന് കഴിഞ്ഞിട്ട് ഒരു M ഇല്ലേ? M എന്താണ്? M മരുമകനും പിണറായും പിന്നെ മോളും, ഇവര് 3 ആളും ചേർന്ന് ഈ നാട് മുഴുവൻ കട്ടുമുടിക്കുന്ന ഒരു മൂവർ കൊള്ള സംഘമായി ഈ നാടിനെ മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരോഗ്യ വകുപ്പൊക്കെ ഒരു കാലത്ത് എന്തെല്ലാം നേട്ടങ്ങളായിരുന്നു കേരളത്തിൽ നമ്മൾ കേട്ടത്. ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാവിന് ഒരു കുട്ടിന്റെ വിരലിന് പരിക്ക് പറ്റി പോയതാ. ഒരു ഉമ്മ മോന്റെ വിരലിന് പരിക്ക് പറ്റിയിട്ട് സർജറി കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ മോന്റെ വായിൽ പഞ്ഞി, മകന്റെ വായില് പഞ്ഞി. അപ്പോ ഈ ഉമ്മ ചോദിച്ചു, അല്ല എന്റെ വിരലിനല്ലേ പരിക്ക് പറ്റിയത്? അപ്പൊ ഡോക്ടർ ചോദിക്കാണ്, അല്ല നാവിനൊന്നും പറ്റിയിട്ടില്ലേ? ഇത് നാവിനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ നാവിന് ചെയ്തതിന് പൈസ വേണ്ട, അത് ഫ്രീ ആണ്. ആലോചിച്ചു, ഒരു കാലിന് പരിക്ക് പറ്റിയിട്ട് മറ്റേ കാലിന് സർജറി പ്ലാസ്റ്ററുമായിട്ട് പോകും. നമ്മളെ ആശുപത്രികളുടെ അവസ്ഥയാണ്. ഇടത്തെ കാലിന് പറ്റിയവന്റെ വലത്തെ കാലിന് സർജറി. അപ്പൊ ഡോക്ടർ ചോദിച്ചപ്പോ ഡോക്ടർ പറയാണ്, വലത്തെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പരിശോധിക്കാൻ വേണ്ടി നോക്കിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് തൊട്ടപ്പുറത്തെ +2 സ്കൂളിലെ കുട്ടി ഒരാഴ്ച കയറിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ കുട്ടികൾ ചോദിച്ചു, പേരെന്താണ്, എത്ര റാങ്ക് ഉണ്ട് എൻട്രൻസിന്? അപ്പൊ കുട്ടി പറയാണ്, ഞാൻ അപ്പുറത്തെ +2 സ്കൂളിലെ കുട്ടിയാണ്. ഒരാഴ്ചയാണ് അവൻ കയറിയത്. അപ്പം ഇവനോട് ചോദിച്ചു, നീ എന്തിനാ അവിടെ MBBSന്റെ ക്ലാസ് കയറിയിരുന്നത്? അപ്പൊ അവൻ പറയാം, ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിന്റെ കസറിൽ കയറി ഇരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ കയറി ഇരുന്നോടാൻ ചോദിക്കുന്നത്. ഇപ്പൊ P രാജീവ് വിദേശത്ത് പോയിട്ടുണ്ട്. P രാജീവും ചീഫ് സെക്രട്ടറിയും സംഘവും 10-20 ആൾക്കാർ സ്വിറ്റ്സർലൻഡിലാണ് പോയത്. സ്വിറ്റ്സർലൻഡ് പോകാൻ വേണ്ടി സർക്കാർ ആദ്യ ഗഡു കൊടുത്തത് 10 കോടി റുപ്യാണ്. എന്തിനാ ഈ 10 കോടി ഇവർക്ക് ചുറ്റിയടിക്കാനോ, യൂറോപ്പിൽ ചുറ്റിയടിക്കാനോ? ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇനി ഒരു കൊല്ല ബാക്കിയുള്ളത്. ഈ ഒരു കൊല്ലത്തിനിടയിൽ എന്ത് കൊണ്ടുവരാനാ? ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു സംശയം വേണ്ട, കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും. നിങ്ങളിപ്പോ കിട്ടുന്നത് മുഴുവൻ ഊരിയെടുക്കുകയാണ്. ഇതിനു മുമ്പ് പിണറായി വിജയൻ പോയി ഓർക്കുന്നുണ്ട് നിങ്ങൾ? ന്യൂയോർക്ക് പോയിട്ട് ഒരു ലൂസുള്ള ഒരു കോട്ടൊക്കെ ഇട്ടിട്ട്, പിന്നെ ഒരു മര്യാദക്കുള്ള ഒരു വേഷം ഇട്ടാണെങ്കിൽ തിരക്കില്ല. ഒരു കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് മൂപ്പര് ന്യൂയോർക്കിൽ ഒരു കസേര കയറി ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ന്യൂയോർക്ക് പോയിട്ട് അതേ കസേര അവിടെ ഉണ്ട്. ഞാൻ അതിൽ കയറി ഒരു ഫോട്ടോ എടുത്തു. ആർക്കും കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കസേരയാണ്. എന്നിട്ട് എന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചു. കേരളത്തിൽ എന്തെങ്കിലും കൂടെ ഉണ്ടായോ? ശിവൻകുട്ടി കഴിഞ്ഞ കൊല്ലം ഫിൻലാൻഡിൽ പോയി. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഫിൻലാൻഡിൽ പോയി, കോടികൾ ചെലവഴിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഫിൻലാൻഡിൽ നിന്നൊരു സംഘം കേരളത്തിൽ വന്നു. അപ്പൊ അവരോട് ചോദിച്ചു, എന്തിനാ അങ്ങ് കേരളത്തിൽ വന്നത്? ശിവൻകുട്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു പഠിക്കാൻ വേണ്ടി വന്നാണ്. ശിവൻകുട്ടി അവിടെ പോയിട്ട് പത്രക്കാർ തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വെച്ച് ശിവൻകുട്ടിയോട് ചോദിച്ചല്ലോ, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ കണ്ടത്, എന്താ പഠിച്ചത്, കേരളത്തിൽ എന്താ? മൂപ്പര് പറയാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ സൈക്കിളിൽ പോകാൻ വേണ്ടി പ്രത്യേകമായ ഒരു റോഡ്, മനുഷ്യൻ നടക്കാൻ വേണ്ടി പ്രത്യേകമായ പാത. അപ്പൊ പത്രക്കാരെ ചോദിച്ചു, ഇതൊക്കെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താ നിങ്ങൾ പഠിച്ചത്? മൂപ്പര് പറയാ, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റും. മൂപ്പർ അവിടെ പോയി മേലോട്ട് നോക്കിയപ്പോൾ അതൊക്കെ കണ്ടത്. ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ പ്രിയപ്പെട്ടവർ? അപ്പൊ നിങ്ങൾ നോക്കും, മുണ്ടക്കൈ ദുരന്തമുണ്ടായി, 6 മാസം കഴിഞ്ഞു 678 കോടി രൂപയാണ് സർക്കാർ ഖജനാവിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നാട് കൊടുത്തത്. ഇന്ന് വരെ പണി തുടങ്ങിയോ? തലമേറ്റെടുത്തു, എടുക്കും, എടുത്തില്ല എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആയോ? കുറ്റിയടിച്ചോ? അവരുടെ വീടിന്റെ കാര്യം എന്തായി?
കോൺഗ്രസ് 100 വീട് പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ് 100 വീട് പ്രഖ്യാപിച്ചു. ഞാൻ UDF-ന്റെ ഈ യോഗത്തെ സാക്ഷി നിർത്തി പറയട്ടെ, മുസ്ലിം ലീഗ് ഊരാളുകളുടെ കൂടെ ചേരാൻ ഒരുക്കമല്ല. സർക്കാർ പറയുന്നു ഞങ്ങൾ ഊരാളുകളിന് കൊടുത്തു. ഒരു വീടുണ്ടാക്കുന്നത്, ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ്? 1000 സ്ക്വയർ ഫീറ്റ്. ഊരാളുകൾ 1000 സ്ക്വയർ ഫീറ്റിന് എത്ര കൊടുക്കുന്നത്? 30 ലക്ഷം റുപ്യ. അപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയായി? 3000 റുപ്യ. നിങ്ങൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഇവിടെ ഒരു കോൺട്രാക്ടറോട് ചോദിച്ചു നോക്കിയാൽ 2000 റുപ്യക്ക് ഉണ്ടാക്കി തരാന്ന് പറയും. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ 1500 ഉണ്ടാക്കാൻ കഴിയുന്ന എത്രയോ കോൺട്രാക്ടർമാർ ഈ ചെത്തല്ലൂരിൽ ഉണ്ടാവും. എത്രയാ ഊരാളുകളെ കൊടുക്കുന്നത്? ഒരു സ്ക്വയർ ഫീറ്റിന് 3000. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് 30 ലക്ഷം റുപ്യ. അപ്പൊ ഒരു വീടിന് എത്ര ലക്ഷം കിട്ടും? ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയാൽ. ഈ പാവങ്ങളുടെ ഈ പണത്തുനിന്ന് പോലും ഊരാളുകളിലും അതുവഴി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൂട്ടർക്കും അടിച്ചു മാറ്റാനുള്ള അവസരം ഉണ്ടാക്കുന്ന സർക്കാരല്ലേ ഈ നാട് ഭരിക്കുന്നത്? ഊരാളുകളുടെ കൂടെ ചേരാൻ ലീഗ് ഒരുക്കല്ല. ഞങ്ങൾ സ്വന്തമായിട്ട്, മുസ്ലിം ലീഗ് സ്വന്തമായി വയനാട്ടിൽ സ്ഥലം എടുത്തു കഴിഞ്ഞു. ആ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്തിൽ മുസ്ലിം ലീഗ് 100 വീടുണ്ടാക്കി കൊടുക്കും. ഈ നാട് ഭരിക്കുന്നത് കൂടെ കൂടാൻ ഒരുക്കല്ല. ഞാൻ മുരളിയേട്ടനോട് പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങളും ആ കൂട്ടത്തിൽ കൂടരുത്. കോൺഗ്രസും പ്രഖ്യാപിച്ച 100 വീട് ഈ ഊരാളുകളുടെ പണം അടിച്ചു മാറ്റാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു വഴി തുറന്നു കൊടുക്കരുത്. എന്തിനാണ് ഇവ ചെയ്യുന്നത്? ഈ പാവങ്ങളുടെ പേരിൽ പോലും പണം അടിച്ചു മാറ്റി ഇല്ലേ? കേന്ദ്രത്തിലൊരു കത്തയച്ചു. കുഴി, ഈ മനുഷ്യന്മാരെ കുഴിച്ചെടുത്ത് മൂടാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി ഒരു കുഴിക്ക് 75,000 റുപ്യ. വയനാട്ടിൽ ചോദിക്കണം, ഇതെന്താ കബറിൽ AC പിറ്റിയിരുന്നു? ഒരു കുഴിയെടുക്കാൻ 75,000 റുപ്യ. എന്തെല്ലാം കള്ളങ്ങളാണ് ആ വയനാട്ടുകാരുടെ പേരിൽ പോലും ഇവർ നടത്തിയത്. ഫ്രീ ആയിട്ട് വൈറ്റ് ഗാർഡ്, യൂത്ത് കോൺഗ്രസിന്റെ വളണ്ടിയർമാര്, വിവിധ സന്നദ്ധ സംഘടനകൾ അവരെല്ലാം സൗജന്യമായി കുഴിയെടുത്ത് കൊടുത്തതിന് അതിന്റെ പേരിൽ 75,000 റുപ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങളൊക്കെ അവിടെ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാർ 4 ദിവസം ഭക്ഷണം കൊടുത്ത് 10,000 കണക്കിന് ആൾക്കാർ. അത് 4ാമത്തെ ദിവസം വന്ന് കൂട്ടി. അതിന്റെ പിന്നിൽ അജിത് കുമാർ എന്നാ പറയുന്നത്. പൂരം കലക്കിയത് പോലെ അവിടെയും വന്ന് കലക്കാൻ നോക്കും. സകല സ്ഥലത്ത് കലക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ. എന്നിട്ട് അയാളെ DGP ആക്കുന്നാ പറയുന്നത്. എന്നിട്ട് ഇവിടെ ബ്രൂവറി, ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടി കോടികൾ കൈക്കൂലി വാങ്ങിയിട്ട് അഴിമതി നടത്തിയിട്ട് കേരളത്തിലേക്ക് മദ്യം ഒഴുക്കാൻ വേണ്ടി. ഇവിടെ സപ്ലൈക്കോയിൽ അരിയില്ല, റേഷൻ കടയിൽ സാധനമില്ല, മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, ഒരു സ്ഥലത്തും ഒരു മനുഷ്യനും കിട്ടാവുന്ന ഒരു സാധനവും ഇല്ല. ആകെ ഇവർ കൊടുക്കുന്നത് മദ്യം. അത് സുലഭമായി കൊടുക്കുക. കഞ്ചാവൊക്കെ നാട്ടിലെ സുലഭമാണ്. നാട്ടിൻപുറത്തൊക്കെ ഇത് പിടിക്കാൻ ഇവിടെ എക്സൈസ് ഉണ്ട്. ഇവിടെ മുരേട്ടൻ പറഞ്ഞില്ല, ഒരു സംവിധാനം വേണ്ടേ? എന്റെ നാട്ടിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ തന്നെ വന്നു, എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറയാണ്, മുരളിയേട്ട മോന്റെ മേശവലിപ്പ് തുറന്നപ്പോ കഞ്ചാവിന്റെ പൊതി. നിങ്ങൾ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചത് പറഞ്ഞു, മോനെ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ശരീരം കേടായിപ്പോ. എന്നെ കൊണ്ട് അറിയാവുന്ന ഭാഷയിൽ ഞാൻ എല്ലായിടത്തും പറയണതാ. എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കാം. എന്റെ വർത്താനൊക്കെ ഉണ്ട്. അവസാനം അവൻ പറയാ, സന്ദീപേട്ട നിങ്ങൾ പറഞ്ഞൊക്കെ ഫിറോസ്ക ഞാൻ കേട്ടു, ഇനി എനിക്ക് പറയാനുള്ള നിങ്ങളൊന്ന് കേൾക്കും, നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കി. നിങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ചിന്ത കിട്ടും. നിങ്ങളെ പ്രസംഗമൊക്കെ പിന്നെ ഇങ്ങനെ നിൽക്കാതെ വരുന്നു. അപ്പം എൻ്റെ ഒരു അരമണിക്കൂർ ക്ലാസ് എനിക്ക് ഇങ്ങോട്ട് അവസാനം ഞാൻ തന്നെ കൺഫ്യൂഷനായി. ഞാൻ വിചാരിക്കാണ് ഇമാതിരി ക്ലാസ്സാണ് ഇവൻ എനിക്ക് തരുന്നെങ്കിൽ നാട്ടുകാർക്ക് അമ്മാതിരി ക്ലാസ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ നാട് മുഴുവൻ കഞ്ചാവ് ലോബിയാണ്. പിന്നെ നമ്മളൊന്ന് കേൾക്കാത്ത കുറെ പേരുകളുണ്ട്, വായിക്കൊള്ളാത്ത MDMA, LSD, സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം. ഇതൊക്കെ നാട്ടിൽ സുലഭം. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചാത്തല്ലൂർ ഇതൊന്നും കിട്ടൂലെന്ന്. ഇത് എന്റെ നാട്ടിലാന്ന് വിചാരിക്കേണ്ട. അവനാ വിചാരിക്കുന്നത് എന്റെ നാട്ടിലില്ല എന്നാണ്, എന്റെ വീട്ടിലില്ല എന്നാണ്. ദൈവം കാക്കട്ടെ എന്ന് പറയാൻ പറ്റും ഈ പിണറായി ഭരിക്കുന്ന കാലത്ത്. കാരണം എന്താണ്? ഇവരോട് മദ്യമൊന്നും ഒരു ലഹരിയെ അല്ല എന്നാണ് ഇവരിപ്പോ പറയുന്നത്. കുറെ ആൾക്കാർക്ക് പണി കിട്ടുന്നത്. എത്ര ആൾക്കാരെ പണി പോകുന്ന ഈ മദ്യം ഈ നാട്ടിൽ ഒഴുക്കിയിട്ട് വേണോ ഏതാനും ചില ആളുകൾക്ക്? എന്നിട്ട് പറയാണ് കർണാടകയിൽ MP രാജേഷ് പറയാണ്, കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് നിന്നുപോകും. അതാണ് കോൺഗ്രസിന്റെ പേടിയെന്നാണ്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ ആ സ്പിരിറ്റ് ലോബിയെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഘട്ടം ഘട്ടമായി ഇവിടെ മദ്യം നിരോധിക്കാനുള്ള നിലപാടെടുത്തില്ലേ? ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ ബാറുകൾ അടച്ചുപൂട്ടിയില്ലേ? ഓരോ കൊല്ലവും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയില്ലേ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ? അതെങ്ങനെ അടച്ചുപൂട്ടാൻ കഴിയാ? നിങ്ങൾ അടച്ചുപൂട്ടുന്നില്ല. നിങ്ങൾ തുറക്കുന്നത് സപ്ലൈകോയല്ല, നിങ്ങൾ തുറക്കുന്നത് റേഷൻ ഷാപ്പല്ല, നിങ്ങൾ തുറക്കുന്നത് പുതിയ സ്കൂളുകളല്ല, നിങ്ങൾ തുറക്കുന്നത് മദ്യഷാപ്പുകളാണ്, നിങ്ങൾ തുറക്കുന്നത് ബിയർ പാർലറുകളാണ്, നിങ്ങൾ തുറക്കുന്നത് വൈൻ പാർലറുകളാണ്. നിങ്ങൾ
പാത തുറക്കുന്നത് കഞ്ചാവ് ലോബിക്കാണ്, നിങ്ങൾ പാത ഒരുക്കുന്നത് മയക്കുമരുന്ന് ലോബിക്കാണ്. അതല്ലേ കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് തങ്ങന്മാരെ തെറി പറയാ. സന്ദീപ് വാര്യർ വന്നപ്പോ സ്വീകരിച്ചു എന്നാണ് പാണക്കാട് തങ്ങൾക്കുള്ള കുറ്റം അല്ലേ? സന്ദീപ് വാര്യർ വന്നാൽ പാണക്കാട്ടെ ഭൂമുഖത്ത് ഇനിയും ഒരു കസാര എക്കാലവും ഉണ്ടാകുമെന്ന് വിമർശിക്കുന്നവർ മനസ്സിലാക്കിക്കോ. പാണക്കാട്ടെ തങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഉമ്മൻചാണ്ടി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു. നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയില്ലേ? ഒരു ബസ് നിങ്ങൾ മറക്കുന്നുണ്ടോ? മറന്നുപോയോ നവകേരള? ആ ബസ് എവിടെ പോയി? AK ബാലൻ എന്താ പറഞ്ഞത്? കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ കാണാൻ ആൾക്കാർ വരുന്നതാണ്. എവിടെ പോയി ആ ബസ്? നവകേരള സദസ്സ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് നവകേരള സദസ്സ് കൊണ്ട് ഗുണം കിട്ടിയ ഒരാളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കോ? ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ജനകീയ യാത്ര ഓർക്കുന്നില്ലേ നിങ്ങൾ? പിണറായി വിജയനെ ഒന്ന് കാണാൻ കിട്ടിയ ആൾക്കാർക്ക്. ആ ഉമ്മൻചാണ്ടി കൊണ്ടോട്ടിലൊക്കെ വന്ന രംഗം ഞാൻ ഇപ്പോഴും ഓർത്തു പോവാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഉമ്മൻചാണ്ടിന് ഒരു ഒറ്റ പിടുത്തം വിടുന്നില്ല. അതെങ്ങാം പിണറായി വിജയനാണ് പിടിച്ചെങ്കിലും അയാളെ അവസ്ഥകൾ ആലോചിച്ചു. അങ്ങനെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്നിട്ട് പാണക്കാട് തങ്ങളെ കുറ്റപ്പെടുത്തി. ഈ പാണക്കാട് തങ്ങളെ ഒരു സദസ്സ് നടത്തുന്നുണ്ട് പിണറായി വിജയൻ. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആദരവോടെ പറയണം, ഒരു സദസ്സ് സർക്കാർ ഖജനാവിൽ നിന്ന് 1 രൂപ ചെലവഴിക്കാതെ. അത് കൊല്ലത്തിലൊരിക്കലല്ല, അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല, അതെല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട്ടെ കോലായിൽ പോയാൽ നിങ്ങൾക്കൊരു സദസ്സ് കാണാം. അവിടെ ജാതിയില്ലാതെ, മതമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. കുവൈത്തിൽ അറമുഖൻ എന്ന് പറയുന്ന ഒരാള് അവിടെ ജയിലിലാണ്. ജയിലിൽ ഇറങ്ങാൻ 30 ലക്ഷം വേണം. പാണക്കാട് തങ്ങൾ സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളും പാണക്കാട്ടെ തങ്ങന്മാരും ആ 30 ലക്ഷം രൂപ ഒരുക്കി കൊടുത്തു. ഒരു ജയിൽ മോചിതരായി അവർ പാണക്കാട്ടേക്ക് വന്നു. തമിഴ്നാട്ടിൽ ഒരു സിനിമ ഇറങ്ങി. പാണക്കാട്ടെ ഈ കഥ പറയുന്ന ഒരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി. പാണക്കാട് തങ്ങളെ വിമർശിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയട്ടെ, പാണക്കാട് തങ്ങളെ കുറിച്ചല്ല, പാണക്കാട്ടെ കോലായിലിരിക്കുന്ന ആ കസേരയെ കുറിച്ച് വിമർശിക്കാനുള്ള അർഹത പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജൈത്രയാത്രയുമായി നമ്മൾ മുമ്പോട്ട് പോവാണ്. ആ ജൈത്രയാത്രക്ക് പ്രിയങ്കരനായ സന്ദീപ് വാര്യരുടെ വരവ് ഒരു മുതൽക്കൂട്ടാണ്. ഇനിയുള്ള ഒരു കൊല്ലം വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ 2 തെരഞ്ഞെടുപ്പിലും കേരളം ഭരിച്ചു മുടിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ കെട്ടിച്ചിട്ട് മാത്രമേ നമുക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF.